ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും ഉടഞ്ഞു പോവാതെ കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. അത് തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് എടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവാനാവശ്യമായ വെള്ളവും ഒഴിച്ച് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 വിസിൽ വരുന്നത് വരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കുക്കറിലേക്ക് ഒരു നേന്ത്രക്കായും ചെറിയ കഷ്ണം ചേനയും ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇത് കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ട് ചേർക്കുന്നത്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 1 വിസിൽ വരുന്നത് വരെ മാത്രം വേവിച്ചാൽ മതി. 1 വിസിലടിച്ച ശേഷം അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് മൂടി ഒന്ന് തുറന്ന് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മുടെ ചേനയും അതുപോലെ തന്നെ കായയും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള കടല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അരച്ച തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. നാലഞ്ച് ഉണക്കമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ നിറം ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കുക്കറിൽ ഉണ്ടാക്കിയ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും ഇതുപോലെ കുക്കറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.